ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കലാഭവൻ, ഹരിശ്രീ എന്നിവയൊക്കെ നമുക്ക് ഗ്യാരണ്ടീഡ് ലേബലാണ്. ആ ലേബലുകൾ കൂടെ ചേർന്ന് വന്ന ഒത്തിരി കലാകാരന്മാരെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്, ഇന്നും മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ ഹരിശ്രീ യൂസഫ് ഖാൻ ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ഇക്ക, ഒരുപാട് സന്തോഷം, സ്വാഗതം. എന്താ ചിരിക്കണം? ഇക്ക ചിരിക്കണം എന്താ എനിക്കറിയാം. ഒരുപാട് വേദികളിൽ കൂടെ ഒരുപാട് ആളുകളോട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള 19 വർഷമായില്ലേ ജേണി? ഏകദേശമായി 30-32 കൊല്ലത്തോളമായി ഇങ്ങനെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ കയ്യടിയൊക്കെ ഏറ്റുവാങ്ങി. കയ്യടി മാത്രമല്ല, അത് വേണമല്ലോ. എല്ലാ മനുഷ്യനും മാത്രമല്ല. ഇപ്പൊ നമ്മള് പറഞ്ഞാൽ എല്ലാം കേട്ട് കൈയടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചാർലി ചാപ്പിളിന്റെ അപ്പുറത്തായി പോകും. ചിരിക്കാത്തതിന് പൂവും കിട്ടും, ചിരിക്കുന്നതിന് കൈയടിയും കിട്ടിയിട്ടും രണ്ടും നമ്മള് അംഗീകരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോകും. അതെ. അപ്പൊ ഞാൻ ഇമാതിരി തള്ളക തള്ളണ കണ്ടപ്പോഴാണ് ഒക്കെ ചിരിച്ചത്. അല്ല കൂടുതൽ നല്ലൊന്നുമില്ലല്ലോ. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാണ്ടല്ല ഈ വന്നിരിക്കുന്നത് എന്താ വലിയ സംഭവം പോലെ കൊണ്ടുവന്നിട്ട് അവസാനം നമ്മളെ കളാക്കിയേ കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇയാളായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത്രയൊന്നും വന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ് അങ്ങനെ വിചാരിച്ച കുറെ പോയിട്ട് അവസാനം എന്നെ ഒന്നുമില്ല മയത്തിലാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ബേസിക്കലി മിമിക്രി ആർട്ടിസ്റ്റാണ്. പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. വലിയ സിനിമാ താരം എന്ന് പറയാനിട്ട് അങ്ങനെ വലിയ എന്താ ചെയ്തിട്ടുണ്ട്. 1-2 പടങ്ങളൊക്കെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഞങ്ങൾക്കറിയാം ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അവിടെ തന്നെയാണോ ഹരിശ്രീ, അതോ അതിന് മുമ്പുണ്ടോ യൂസഫ് ഖാൻ? എന്താ പറയാ, നമ്മള് ചെറിയ കുളത്തിൽ കിടന്ന് നീന്തി, അതിനുശേഷം ചെറിയ തോട്ടിൽ നീന്തി അങ്ങനെ മിമിക്രി. ഞങ്ങൾ മിമിക്രിക്കാര് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഏറ്റവും വലിയ ട്രൂപ്പുകളിൽ ഒന്നാണ് അന്ന് ഹരിശ്രീ. കലാഭവനാണ് ഫസ്റ്റ്, പിന്നെ ഹരിശ്രീ. എല്ലാവരും മനസ്സിലെ ആഗ്രഹങ്ങളാണ് കലാഭവനിൽ ഒന്ന് പ്രോഗ്രാം ചെയ്യുക, ഹരിശ്രീയിൽ എത്തപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി പല പല ട്രൂപ്പുകളും നമ്മൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ മെലഡീസ് എന്ന് പറഞ്ഞ ട്രൂപ്പിലായിരുന്നു ആദ്യം. അതും ചെറിയ ട്രൂപ്പല്ല, അവിടെ ബേണി ഇഗ്നേഷ്യസ് അദ്ദേഹത്തിന്റെ ട്രൂപ്പായിരുന്നു. അപ്പൊ അതിൽ ഗാനങ്ങളുടെ ഗ്യാപ്പിൽ ഞങ്ങള് മിമിക്രിക്ക് പോയിരുന്നു. അതിനുശേഷം രാജൻ ബി ദേവിന്റെ ജൂബിലി ചേർത്തല ജൂബിലി എന്ന് പറഞ്ഞ നാടക ട്രൂപ്പായിരുന്നു. അത് അപ്പൊ മിമിക്രിയും കൂടി തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ജൂബിലി ജോക്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ട്രൂപ്പ് തുടങ്ങി. ഏകദേശം ഒരു 3-4 വർഷത്തോളം ഞാൻ അവിടെ ചെയ്തിരുന്നു. അതിനുശേഷം വാർനാട് ബാബുച്ചേട്ടൻ്റെ സംഘകല എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് പോയി. അതിനുശേഷം പിന്നെ കൊച്ചിൻ ഹൈനസ് ജീവനിക്ക എന്ന് പറഞ്ഞ വലിയ പ്രൊഡ്യൂസ് അങ്ങനെ കുറെ ഇങ്ങനെ പോയി അവസാനമാണ് ഞാൻ ഹരിശ്രീയിൽ വന്ന് ഒരു 4 കൊല്ലത്തോളം ഹരിശ്രീലായി. അതിനുശേഷം പിന്നെ നാദർഷിക്കാട യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് പോയി. പിന്നെയൊക്കെ സ്വന്തം, പിന്നെ വിളിക്കുന്നതൊക്കെ സ്വന്തം ഹരിശ്രീ യൂസഫിന്റെ പരിപാടി. അങ്ങനെയല്ല ട്രൂപ്പിലൊന്നും പിന്നെ അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മിമിക്രി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിലേക്കൊരു ഇത് വരുന്നത്? എങ്ങനെയാണ്? ഒരു കല ഇല്ലാത്തതുകൊണ്ട് മിമിക്രിയിലേക്ക് വന്നു. ഡാൻസ് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചുനാൾ പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചിരിപ്പിക്കാൻ ഒരു ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സിൽ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും കോമാളിത്തരം കാണിക്കും, അവർ വിളിക്കണം. അപ്പൊ അവർ ചിരിക്കണമെന്ന് എനിക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് നമുക്ക് പിൽക്കാലത്ത് ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ആകുമെന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. മറ്റുള്ളവരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിച്ചിരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആയി. പിന്നെ മോണാക്ട്, അങ്ങനത്തെ മോണാക്റ്റാണ്. അപ്പൊ ഈ യുവജനോത്സവത്തിനൊക്കെ നമ്മൾ മോണാക്ടിനെ പങ്കെടുപ്പിക്കും. അങ്ങനെ മോണാക്ട് ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് ഫസ്റ്റ് ആ സ്കൂളിൽ. അങ്ങനെ പിന്നെ അത് മിമിക്രിയിലേക്ക് മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ മിമിക്സ് പരേഡ് വലിയ ഇത് തന്നെ ഒരു 5-6 കലാകാരന്മാരെല്ലാം കൂടി ചേർന്നുള്ള ഒരു വലിയ പരിപാടികളിലേക്ക് പോയി ഇങ്ങനെ പങ്കെടുത്തു. അങ്ങനെ ആയി. എന്റെ സത്യത്തിൽ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊരു മിമിക്രിയിലേക്ക് കൊണ്ടുവരുന്നത് എന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ചന്ദ്രയിലുള്ള ഒരു ഹരിശ്രീ നജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ ഈ ഫീൽഡിലേക്ക്, അതായത് സീരിയസ് ആയിട്ട് വലിയ പള്ളിപ്പറമ്പിലും വലിയ സംഭവത്തിലും വലിയ പ്രോഗ്രാമായിട്ട് 2 മണിക്കൂർ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലായിട്ടൊക്കെ ഉൾപ്പെടുത്തിയ പുള്ളിയാണ്. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അവരുമായിട്ടായിരുന്നു കൊച്ചിൻ മെലഡീസ്, ജൂബിലി ജോക്സ് വരെ ഞങ്ങൾ ഒരുമിച്ച. പിന്നെ അതിനുശേഷം തെന്നി വേറെ വഴിക്ക് പോയി, ഞാനും വേറെ വഴിക്ക് പോയി. അപ്പൊ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഉറപ്പിച്ചിരുന്നു ഇത് തന്നെയാണ് ഒരു? ഇല്ല, അപ്പോഴും ഞാനങ്ങനെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് ഞാനൊരു 17-18 വയസ്സിൽ ഞാൻ ജോലിക്ക് കയറിയായിരുന്നു എ വി തോമസ് കമ്പനിയിൽ കാക്കനാട്. ഒരു 5 കൊല്ലത്തോളം ഞാനവിടെ ജോലിക്കാരനായിരുന്നു, അവിടെ മെയിൻ്റനൻസ് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോഴും എന്റെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഈ കിടക്കുക. കാരണം നമ്മള് ജോലി നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഈ കലാപരിപാടിയിൽ മിമിക്രിയിലൊക്കെ നമുക്ക് കിട്ടണ ഗ്യാപ്പിലൊക്കെ പോയിട്ട് നമ്മൾ മത്സരിക്കാൻ കയറും.
അങ്ങനെയാണ് ഞാൻ ഈ കൊച്ചി മെലഡീസ് എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് അവിടെ ഈ അല്ല അതിന് മുമ്പ് അവിടെ കാക്കനാട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കൊച്ചി തപസ്സിനി എന്ന് പറഞ്ഞൊരു ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രൂപ്പിൽ ഞാൻ കയറി ചെറിയ കല്യാണ ഫംഗ്ഷനൊക്കെ പോയി പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഈ നജീബ് എന്നെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ ഒരു ട്രൂപ്പിലേക്ക് വിളിക്കുന്നത്, കൊച്ചിൻ ഇത് ഇവിടെ പറഞ്ഞ മെലഡീസ്. അങ്ങനെ കയറി പിന്നെ ജൂബിലി ജോക്സിലായപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമാണ്. ഈ മാസത്തിൽ ഒരു 20 പ്രോഗ്രാം 15 പ്രോഗ്രാം ഒക്കെ ആയപ്പോൾ നമ്മുടെ ഈ ജോലിയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലി നമുക്ക് ഞാനെനിക്ക് മെയിൻ്റെനൻസ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ നല്ല ജോലിയായിരിക്കും. കാരണം ജനറേറ്ററിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് സഹായിച്ചു കൊടുക്കേണ്ടത്. മറ്റേ റിപ്പയർമാർ വരുമ്പോൾ ഞാൻ ഹെൽപ്പറാണ്. അപ്പൊ ഞായറാഴ്ചയൊക്കെ എനിക്ക് പരിപാടിയായിരിക്കും. അപ്പൊ അവിടെ ജനറേറ്റർ അടിക്കുന്ന സമയത്ത് ഞാൻ സാറേ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിന്റെ ഒക്കെ മുഖം മാറും. അത് നടക്കൂല ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞു. പിന്നെ ഇത് കളയാതെ നമുക്ക് ഇനി പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അതങ്ങ് കളഞ്ഞു. ലിമിറ്റഡ് കമ്പനി ആയിരുന്നു, നല്ലൊരു ജോലിയായിരുന്നു. പക്ഷെ അത് കളഞ്ഞ് ധീരമായിട്ട് കളഞ്ഞ് മിലിറ്ററി ഫീൽഡിലേക്ക് മാറി. അപ്പൊ വീട്ടിലൊക്കെ ആ സമയത്തൊക്കെ ഇതിനോടുള്ള പ്രതികരണം? ആ സമയത്ത് എന്റെ മൂത്തങ്ങൾ പറഞ്ഞിട്ട് കളയല്ലേ കിട്ടിയല്ല. എന്നെ കമ്പനി ആദ്യമേ ഞാൻ ക്യാഷ് ലേബറായിട്ടാണ് കയറിയത്. പക്ഷെ എന്റെ കമ്പനി എന്റെ കഴിവുകൊണ്ട് എന്റെ ഈ പിന്നെ ജോലി ചെയ്യാനുള്ള അന്നൊക്കെ 18-19 വയസ്സിലേക്ക് ഞാൻ കയറുമായി. അപ്പൊ നല്ല ജോലി എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ ഈ ആത്മാർത്ഥ ഇതൊക്കെ കണ്ടിട്ട് എന്നെ കമ്പനി നേരിട്ടെടുത്തു. അങ്ങനെ വലിയ ഭാഗ്യം കുറെ ആൾക്കാർക്ക് അങ്ങനെ കിട്ടുള്ളൂ. അതായത് ഒരു 500 പേര് ജോലി ചെയ്യണമെങ്കിൽ ഒരു 4-5 പേരെയാണ് അവരങ്ങനെ സെലക്ട് ചെയ്യുള്ളൂ കമ്പനിയുടെ നേരിട്ടായിട്ട്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയ ജോലിയാണ്. പക്ഷെ അതും ഇത് കളയാൻ വേണ്ടി പോയപ്പോൾ എന്റെ മൂത്തങ്ങളെ പറഞ്ഞിട്ട് ആ മണ്ടത്തോട് നീ എന്തിട്ട് കളഞ്ഞിട്ടായിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കലാപരിപാടിക്ക് നടക്കൂല, അത് കളഞ്ഞിട്ട് ഈ പരിപാടിക്ക് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കളഞ്ഞു. ഇങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും ഒരുപാട് വർഷമായി ഒരുപാട് വേദികളായിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് വേദികളാണ്, കുഴപ്പമില്ല. 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു സീസണിൽ ഒരു 100 വേദി കഴിഞ്ഞാലും എത്രയായി? 3000 അല്ലേ? 3000 ഉണ്ടാവില്ലേ? സുഖമായിട്ട്. പക്ഷെ എന്നാലും നമ്മുടെ ആദ്യം കിട്ടിയ ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ ആദ്യത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അതൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രൊഫഷണലായിട്ട് വലിയൊരു പള്ളി പെരുന്നാളിന് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നജീബ് റഹ്മാന്റെ യൂറോപ്പിലെ എരമല്ലൂര്, എന്റെ നാട്ടിൽ തന്നെ എരമല്ലൂര് ഒരു പള്ളിയിൽ ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇന്നസെന്റിനെ അനുകരിക്കുന്ന പറഞ്ഞാൽ അല്ലാതെ ഞാൻ ജുബ്ബൊക്കെ ഇട്ട് അതിനുവേണ്ടി മാത്രം ഒരു ജുബ്ബയും ഒരു മുണ്ടും ഒക്കെ എടുത്ത് ഒരു ഇന്നസെന്റിനെ അനുകരിച്ചു. അത് ഭയങ്കര ഗംഭീര വിജയമായിരുന്നു. പ്രോഗ്രാം നല്ല വിജയമായിരുന്നു. കോമഡി ചെയ്യും. ഇന്നസെന്റ് ഒക്കെ കത്തിരിക്കുന്ന സമയമാണ്, റാംജിറാവ് സ്പീക്കിംഗ് ഒക്കെ ചെയ്ത് കത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഭയങ്കര കൈഡി, എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് നല്ല കൈഡി കിട്ടി. സത്യത്തില് അങ്ങനെയാണ് നമുക്ക് ഈ വേദിയിൽ നിന്ന് ഇത്രയും നല്ല കയ്യടിയും അടിപൊളിയായിട്ടാണ് നന്നായി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്കിത് തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. ആദ്യത്തിനൊക്കെ പോയി വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സൊന്ന് മടുത്തു പോയനെ. പക്ഷെ ആദ്യ കാലങ്ങളിലൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ അന്ന് അത് തുടർച്ചയായിട്ട് പിന്നെ അവരുടെ കൂടെ ഓരോരോ പ്രോഗ്രാമിനൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, മറ്റേ ഇവിടെ വന്നപ്പോ രാജത് പി സാറിന്റെ ഇതിലേക്ക് വന്നപ്പോ ഇനി ജോലിക്ക് പോകാൻ പറ്റില്ല, പക്ഷെ പെങ്ങള് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ജോലി വിടണ്ട. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെ അന്ന് എടുത്ത തീരുമാനത്തില് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്? കുറ്റബോധം തോന്നുന്നുണ്ടോ അതോ ശരിയായിരുന്നു? ഞാൻ ചെയ്ത തീരുമാനം തന്നെയാണ് ശരിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ജോലിക്ക് പോയതായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവത്തിൽ വരില്ല. നമ്മളെ ഒരു 10 പേര് അറിയില്ല. തോമസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ കമ്പനിക്കാർ മാത്രം അറിയുന്ന, അല്ലെങ്കിൽ ആ നാട്ടുകാർ മാത്രം അറിയുന്ന ഒരു ചെറിയൊരു സാധാ ഒരു യൂസഫായിട്ട് മാറിയാണ്. ഇപ്പൊ നമ്മൾ ആ ജോലി കഴിഞ്ഞ് ഇങ്ങനെ മിലിറ്ററി ഫീൽഡിൽ വന്നതുകൊണ്ട് ഹരിശ്രീ യൂസഫായി എവിടെ പോലും ഒരു 10 പേര് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ലോകം മുഴുവനെന്നല്ല എങ്കിലും നമുക്ക് ഒത്തിരി രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനും പ്രോഗ്രാമിന് പോകാനും, അതും വലിയ വലിയ നടന്മാരും എല്ലാ രാജ്യങ്ങളിലും ഏകദേശം നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ട്. റഷ്യയിൽ പോയിട്ടില്ല, ബാക്കി അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളൊക്കെ മിമിക്രിക്കാർ, അതായത് മലയാളികൾ ഈ കലാപരിപാടി വെക്കുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ദിലീപേട്ടൻ്റെ കൂടെ, നാഷികയുടെ കൂടെ, കലാപമണിക്കൻ്റെ കൂടെ, ജയറാമേട്ടൻ്റെ കൂടെ, പ്രൊഫസറിൻ്റെ കൂടെ, അങ്ങനെ വലിയ വലിയ നടന്മാരുടെ കൂടെയാണ് നമ്മളെല്ലാ ഈ രാജ്യങ്ങളിൽ പോയിട്ട് 30-40 ദിവസമൊക്കെ പോയി അവിടെ സ്റ്റേ ചെയ്ത് 10-16 പ്രോഗ്രാം ചെയ്ത് വരിക. ഭയങ്കര സന്തോഷമുണ്ട്. അത് നമുക്കൊരിക്കലും ഈ തോമസ് കമ്പനിയിൽ ഞാൻ ഈ അസിസ്റ്റന്റായിട്ട് നിന്നിട്ട് ഞാൻ ഈ പ്ലെയറും കൂട്ടാല്ലേ ജനറേറ്ററുമായിട്ടൊക്കെ നല്ല പരിചയവും, ജനറേറ്ററും ബോയിലറൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഭയങ്കര സംഭവം കാര്യമൊക്കെ ആണ്. പക്ഷെ നഷ്ടങ്ങളൊന്നുമില്ല എന്ന് ഞാൻ വലിയ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആയിട്ടുമില്ല. എങ്കിലും നമ്മള് ഇതൊക്കെ തന്നെ നമുക്ക് ദൈവം തന്നല്ലോ, ഇത്രയും നമുക്ക് തന്നല്ലോ. അപ്പൊ എന്റെ നാട്ടിൽ തന്നെ ചെമ്മീൻ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി മുതലാളി, അതൊക്കെ നല്ല കാശുള്ള ടീമുണ്ട് എന്റെ ഫാമിലി തന്നെ.
അപ്പൊ അവര് തന്നെ എന്റെ പണ്ടൊക്കെ നമ്മൾ ഏത് പ്രോഗ്രാമിന് പോയി കഴിയുമ്പോഴും കാസറ്റ് ഇറങ്ങും. അപ്പൊ അങ്ങനെ കാസറ്റ് ഒന്നുമില്ല. കാസറ്റ് അമ്പന്റെ ഇറങ്ങുമ്പോൾ ഞാനും ദിലീപും ദിലീപേട്ടനും പിന്നെ ലോഹിദാസ്, കാവ്യ മാധവൻ, റിനി ടോമിയൊക്കെ ആൽസ് പർവ്വതം മിരിയുടെ അവിടെ കിടന്നിട്ട് ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവര് പോയി അവർക്ക് ഇതുവരെ ഇന്ത്യയുടെ പുറത്തേക്ക് പോകാൻ പറ്റില്ല, കോടിക്കണക്കിന് രൂപയുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ ഇത്ര സാധനങ്ങളൊക്കെ പോകാന്നൊക്കെ പറയണത്. പക്ഷെ അവര് പോണ പോലെയല്ലോ നമ്മൾ പോകണം. നമ്മൾ 10 ദിവസം മുടക്കാതെ പോകണം. അവര് പോണെങ്കിൽ അവര് സ്വന്തം കാശ് മുടക്കി പോണ്ടേ. അപ്പൊ ചന്ദ്രൂര്, എരമല്ലൂര്, അരൂര് ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ കാശ് മുടക്കാതെ കാശ് ഇങ്ങോട്ട് വാങ്ങിപ്പോയക്കണ വ്യക്തി ഞാനാണ്. അതിന്റെ ഒരു ക്രെഡിറ്റ് എനിക്കുണ്ട്. ഇപ്പൊ അത്ര യാത്രകളിൽ നിന്ന് വേറെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഓർമ്മകളുണ്ട്? ഓർമ്മകളേ ഉള്ളൂ, ദൂരമാണ്. അത് നമുക്ക് ഓരോ ട്രിപ്പുകളിലും ഓരോരോ രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും, വിഷമങ്ങളുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒത്തിരി 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 അനുഭവങ്ങളും അനുഭവങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ലേ ഈ കലാപം മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഏത് പ്രോഗ്രാമിന് പോയാലും പുള്ളി നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് അടുത്ത് പെട്ടെന്ന് തന്നെ നമ്മളോട് കമ്പനിയാവും. ബേസിക്കലി ഞങ്ങളുടെ എല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളാണല്ലോ. അപ്പൊ വലിയ അല്ല, അപ്പൊ ആ ഒരു സംഭവത്തില് അവര് ആദ്യം തന്നെ നമ്മുടെ തോളത്ത് ഇടും, വർത്താനം പറയും. പിന്നെ പുള്ളിക്കൊരു റൂം ഉണ്ടാവും, സൂട്ട് റൂം ഉണ്ടാവും. പക്ഷെ എങ്കിലും അവിടെ ഒരു ബാഗ് മാത്രമേ പുള്ളി വെക്കുള്ളൂ. ഞങ്ങളുടെ റൂമിലായിരിക്കും കിടക്കുന്നത്. വന്നിട്ട് ഇവിടെ ആരൊക്കെടാ? ഞാനും ഇവിടെ രാഷ്ട്രീയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. ഞാനിവിടെ കിടക്കണം, ഞാൻ അവിടെ ഒറ്റയ്ക്ക് അവിടെ കിടന്നത് പുള്ളി എന്നോട് അങ്ങനെ ഇവിടെ ഒന്ന് കിടക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത് ജാഫർ അടിക്കുന്നൊക്കെ എന്നെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പുള്ളിയുടെ അവിടെ പുള്ളിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വീർപ്പൂട്ടായിരുന്നു. പുള്ളി ഒറ്റയ്ക്ക് കിടക്കത്തില്ല. പിന്നീട് എല്ലാ ട്രിപ്പുകളിലും ഇതിന്റെ അവസ്ഥ. അപ്പൊ ആദ്യ കാലങ്ങളൊക്കെ ഞാൻ വിചാരിച്ച് പുള്ളിക്ക് പിന്നീട് നമുക്കൊരു സംശയം തോന്നി, മണിച്ചേട്ടന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ചോദിച്ചു. ഇല്ല, പലരും പറഞ്ഞു മണിച്ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം മണിച്ചേട്ടാ മണിച്ചേട്ടനിട്ട് പോടാ. പക്ഷെ എവിടെയോ പുള്ളി പറഞ്ഞേടാ, അതെ ശ്വാസം വിട്ടാടാ, ഇത്രയും നമ്മളൊരു പരിചയമില്ലാത്ത വലിയൊരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ മിണ്ടിയും പറയാൻ നമുക്ക് ആരും ഇല്ലെങ്കിൽ ഭയങ്കര ശ്വാസം വിട്ടാ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സംഭവം വന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കണടാ, എനിക്ക് എന്തെങ്കിലും പറ്റി ഒരു വെള്ളം കൊടുത്ത് ആരോട് പറയാൻ ഒരുത്തിനുണ്ടെങ്കിൽ അവനെങ്കിലും നമ്മള് നോക്കുമല്ലോ. അതുകൊണ്ടെന്ന് പറഞ്ഞിട്ടാ. അല്ലാതെ മറ്റേ പ്രേതഭൂത വിചാരിച്ചുള്ള പ്രേതമല്ല, ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ഇഷ്ടപ്പെട്ട അതിനാണ് എന്തോരം സ്ഥലങ്ങളിൽ എന്തൊക്കെ പരിപാടി. മനുഷ്യനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും ഇതിന് ആളൊക്കെ കൂടി ചാലക്കുടിയിലൊക്കെ ജനസമുദ്രമൊക്കെ ആയിട്ട് വരുമ്പോഴേ അപ്പോഴൊക്കെയാണ് ഞാനൊക്കെ മനസ്സിലാക്കണം, ഈ മനുഷ്യന്റെ കൂടെയാണല്ലോ ഇത്രയും നാള് നമ്മൾ ഒരു റൂമിൽ ഭക്ഷണം കഴിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങി ഒരേ സ്റ്റേജിൽ പരിപാടി ചെയ്ത് ചിരിച്ചും കളിച്ചും ഒക്കെ പോയിക്കുന്ന ഒരു വ്യക്തി, ഇത്ര വലിയൊരു വ്യക്തി. അപ്പോഴൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു വില നമ്മുടെ കൂടെ നടക്കുമ്പോ മണിച്ചേട്ടൻ അല്ലെങ്കിൽ ഇവര് എങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഈ ജാഫർ അടിക്കോട്ടെ ഭയങ്കര ഇഷ്ടമാണ്. എന്നേക്കാള് ഭയങ്കര ഇഷ്ടം ജാഫർ അടിക്കുന്നതാണ്. കാരണം ജാഫർ എന്തോ ഒരു ബഹുമാനം, എന്താ അവന് ഇച്ചിരി കൂടി എന്നേക്കാൾ ഇച്ചിരി കൂടി ബഹുമാനം ജാഫർ അടിക്ക് കൊടുക്കുമായിരുന്നു. ഞാനിപ്പോ യൂറോപ്പിൽ ഓരോരോ വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം മണിച്ചേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാലും തിരിച്ചറിയുമ്പോ ഞാൻ പിന്നെ ഇവിടെ അങ്ങനെ വല്ല കോണ്ടാക്ട് ഒന്നുമില്ല. ഞാൻ അങ്ങനെ വിളിക്കുന്നു. പിന്നെ അടുത്ത ട്രിപ്പില് ഞങ്ങള് മണിച്ചേട്ടാ എടാ യൂസഫ് പറഞ്ഞാൽ ജാഫർ അങ്ങനെ ആയിരുന്നില്ല. ജാഫർ നാട്ടിൽ വന്നാലും ചാലക്കുടി വന്നു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ കാണാതെ പോയാൽ മണിച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല പിന്നെ ജാഫർ ചീത്ത വിളിക്കും. അത് പറഞ്ഞാൽ ജാഫർ മണിച്ചേട്ടൻ എവിടെയുണ്ട് ഇവിടെയൊക്കെ പോകുമായിരുന്നു. അത്ര വലിയ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പൊ ജാഫർക്കയുടെ പേര് പറഞ്ഞപ്പോഴാ തുടക്ക സമയത്തെ നിങ്ങൾ തമ്മിൽ ആള് മാറുന്ന ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അന്ന് വലിയ ജാഫർ വലിയ നടനോ വലിയ ഒരു ടി വി താരമോ ഒന്നുമല്ല. അപ്പൊ ഞാനൊരു പാരഡി എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു വീഡിയോ ലാപ്പിന് വേണ്ടി ഒരു പാരഡി കാസറ്റ് ചെയ്യുവാണ്. അപ്പൊ കൊച്ചുമിമി എന്ന് പറഞ്ഞ ഒരു പാരഡി എഴുതുന്ന വ്യക്തിയാണ് പാരഡി, ഞാൻ കോമഡി. അപ്പൊ ഇങ്ങനെ കോട്ടയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചുമിമിയാണ് എന്നെ കൊണ്ട് പരിചയപ്പെടുന്നത് ഈ ജാഫർ അടിക്കുന്ന. അപ്പൊ ജാഫർ അടിക്കുന്ന ആരും അല്ല, വലിയ ഒന്നും ഫേമസ് ഒന്നും അല്ല. ജാഫർ അടിക്കുന്ന അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് മിമിക്രിക്കാരനാണോ, അല്ലാതെ ഒരു ഈ കോമഡി എഴുതാൻ ഒന്നും ഇരുത്തി ഇവരൊക്കെ പുള്ളിയും പറയും എന്തായാലും കൊടുത്തു. അങ്ങനെ സെറ്റപ്പിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ചിരുത്തി. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കോമഡി എഴുതാൻ വേണ്ടി അവന് എന്റെ കൂടെ സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ബന്ധം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഒത്തിരി സ്റ്റേജുകൾ പ്രോഗ്രാമുകൾ വിദേശം ഞങ്ങൾ അമേരിക്കയിലെ കാസറ്റ് വരെ നടത്തിയിട്ടുണ്ട്. ഞാൻ ജാഫർ ഞാനും പുള്ളി കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് പ്രോഗ്രാം ഇപ്പൊ മണിച്ചേട്ടന്റെ നാശകയുടെ പ്രോഗ്രാം മണിച്ചേട്ടന്റെ ഞങ്ങളുടെ ദേമാവലിമ്പത്തും കുറെ കാസറ്റൊക്കെ ഞാൻ അവരും കൂടിയൊക്കെ ഒരു 500 കാസറ്റ് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഇന്റർവ്യൂലാകുമ്പോ പരിപാടിയുടെ ഇന്റർവ്യൂലാകുമ്പോ മണിച്ചേട്ടൻ അനൗൺസ് ചെയ്യും ഞാൻ പാടിയ നാടൻപാട്ട് എവിടെ എത്തിയിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുക്കലേക്ക് ജാഫറും യൂസഫും കൊണ്ടുവരും, എല്ലാവരും മേടിക്കണം എന്ന് പറയും. ഞങ്ങൾ ഇന്റർവ്യൂലാകുമ്പോൾ ഒരു 15 മിനിറ്റ് കച്ചവടം CD
നല്ല കച്ചവടം. നല്ല കച്ചവടം ഒരു 100 വെച്ചൊക്കെ ഒരു സ്റ്റേജിൽ പോവുക. ഞങ്ങൾക്ക് അകപ്പടെ ചിലവ് ആ സീഡിക്ക് 10 രൂപ കൊടുത്തുള്ളൂ. 10 രൂപക്കാണ് ആ സീഡി കിട്ടിയത്. ഞങ്ങൾ വിൽക്കണം 500 എത്ര പൗണ്ടല്ലേ അവിടെ, 5 പൗണ്ട് എന്നൊക്കെ പറയും. 5 അമേരിക്കനാണെങ്കിൽ ഡോളർ, പിന്നെ പൗണ്ട്. നമുക്ക് ഒരു സീഡി കിട്ടി കഴിഞ്ഞാൽ 390 രൂപ ലാഭമാണ്. ഭയങ്കര കച്ചവടം. ഏത് രാജ്യത്ത് പോയാലും ജാഫർ അങ്ങനെ ഇഷ്ടംപോലെ പോക്കറ്റുള്ള ജീൻസ് ആയിട്ട് വെച്ചത്. അവരുടെ ക്യാഷ് ഒരു മറ്റേ സ്റ്റേജിൽ നിന്നിട്ട് ഇവിടെ സ്റ്റേജ് ഈ പാന്റ് കംപ്ലീറ്റ് ക്യാഷാ. പൗണ്ട്, ഡോളർ, യൂറോ ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് കേട്ടോ എന്നെ കാശ് കംപ്ലീറ്റ് നോക്കാം. റൂമെടുത്ത് അടച്ചു കൊടുത്തിട്ട് എല്ലാ ക്യാഷും പൗണ്ട് എടുത്തിട്ട് എണ്ണിട്ട് 1,50,000 രൂപ ലാഭം. ഏത് 10 ദിവസം 10 മിനിറ്റത്തെ കച്ചവടം ആരും അറിയുന്നില്ല. അവൻ നീയാണ് ഉള്ളി വിറ്റെന്ന് പറയും. എനിക്ക് ഉള്ളി തന്നു അവൻ കുറച്ച് കൊടുക്കും. അങ്ങനെ 60,000 എടുത്തുള്ളൂ. ബാക്കി എനിക്ക് രസമല്ലേ? 10 മിനിറ്റ് അത് അറിയണമില്ല. പരിപാടിയുടെ ഇത്തരത്തിൽ നമ്മൾ കപ്പൽ തിരിക്കാൻ വേണ്ടി ആൾക്കാർ ഈ ഇഞ്ചി ഉണ്ടായത് നടക്കണം. അതുപോലെ 10 മിനിറ്റ് പരിപാടി. ഇത് നമ്മൾ ഈ കലാമണി ചേട്ടനാണല്ലോ പറയണം. അതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യും. ഒരു സംഭവം. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങൾ തമ്മിൽ അതങ്ങനെ ഞാനും അവരും മീശ ഇപ്പൊ മീശ ഉണ്ടെന്നല്ല. എനിക്ക് അവൻ നാടി മീശ ഒന്നും ഇല്ലായിരുന്നു. അവനും കോമാളത്തോടെ ഞാനും കോമാളത്തോടെ സ്റ്റേജിൽ കളിക്കണം. അവർ ഈ പഴുതാര മീശയൊക്കെ വെച്ചുള്ള കോമഡി, ഞാൻ ഈ പഴുതാര മീശ. അപ്പൊ ഇത് മാത്രമൊക്കെ കണ്ടു. ഇപ്പൊ അവരെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാറിയല്ല. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ അധികം കണ്ടിട്ടില്ല. അപ്പൊ അവനാണോ ഇയാളാണോ അയാളെന്നൊക്കെ പറഞ്ഞുള്ള സംഭവം വരും. അപ്പൊ ഞാനന്ന് അച്യുതാനന്ദനെയൊക്കെ അനുകരിച്ച് സിനിമയിലെ അച്യുതാനന്ദനെയൊക്കെ അനുകരിച്ചിട്ട് അപ്പൊ അവരെ കാണുമ്പോ അച്യുതാനന്ദൻ കൊള്ളാടാ വൈകിട്ട് പറഞ്ഞാൽ അവരിടിക്കാൻ ചെല്ലും. അവൻ ചെയ്ത കഥാപാത്രം കൊള്ളാൻ ഇടിക്ക് വരും. പ്രാവശ്യം കരുനാഗപ്പള്ളിയിൽ പുട്ടുകട, അവിടെ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ വന്ന് കഴിക്കുന്ന രാത്രി പരിപാടി കഴിഞ്ഞ് വന്നിട്ട് അവിടെ വന്നിട്ട് പുട്ട് കഴിച്ചിട്ട് പോകുള്ളൂ. കരുനാഗപ്പള്ളി അങ്ങനെ കടയുണ്ട് പുട്ടുകട. അപ്പൊ ഞാൻ പ്രാവശ്യം ഇങ്ങനെ പുട്ടുകടയിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാള് ഞാൻ കഴിച്ച് ഏകദേശം പകുതി കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യക്തി വന്നിട്ട് പുട്ടും മുട്ടയും ഓർഡർ ചെയ്ത് അയാൾ കൊണ്ടുവന്ന് കൊടുത്തു. കഴിക്കണമെന്ന് ഞാനതിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മുഖത്ത് നോക്കുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇയാൾ ഓടിയല്ലേ പോയി. അപ്പൊ കഴിച്ചു തുടങ്ങിയുള്ളൂ പുള്ളി. പക്ഷെ അത് കഴിച്ച് തീരാൻ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയല്ലോ. അപ്പൊ എന്നെ പരിചയപ്പെടാൻ പറ്റില്ല. പുള്ളി ഓടി പുറത്തേക്ക് തന്നു. ഞാൻ ഫ്രണ്ടിക്കില്ലേ എന്നടിക്ക് പറഞ്ഞല്ല. അയ്യോ നമ്മളപ്പത്തിന് പുള്ളി അകത്തേക്ക് കൂടി. കാരണം പുള്ളി പ്രതീക്ഷിച്ച ആളല്ല. അവിടെ ചെന്നപ്പോ ആ പുള്ളി കഴിച്ചതിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞ സപ്ലർ എടുത്തിട്ട് പോവുകയും ചെയ്തത്. അയാള് കഴിച്ചു വെച്ചിട്ടില്ല, തുടങ്ങിയുള്ളായിരുന്നു. അപ്പൊ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അയാള് വന്നപ്പോ മുട്ടമ്പട്ടയില്ല, മുട്ടമ്പട്ടയില്ല പൂട്ടുമ്പട്ടയും പോയി നഷ്ടപ്പെട്ടു. എന്നെ ജാഫറടിക്കാൻ മിസ്സാകൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവന്റെ വീട് ഇടുക്കിയിലാണ്. ഞാൻ വൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചേർത്തലൊക്കെ പോകാൻ വേണ്ടിയാണ് ചിലപ്പോ നിൽക്കണം. അപ്പൊ അങ്ങോട്ട് വണ്ടിയില്ലേ, ഇടുക്കിയിലേക്ക് വണ്ടിയില്ല. ഇടുക്കിയിലേക്ക് പറഞ്ഞ പോയുള്ളൂ തിരുവനന്തപുരണ്ടേ. നമ്മൾ ഇരിക്കുന്ന ഇടുക്കിയിലേക്ക് പോകണം. ഫേമസ് ആയെന്ന് പറഞ്ഞ് നാളെ പറഞ്ഞല്ലേ കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചാണല്ല, ഞാൻ പഠിക്കല്ല. അവനും വന്നിട്ട് പറയടാ നീയാന്ന് പറഞ്ഞ ഇപ്പൊ പിന്നെ അവനെ എല്ലാരും അറിയാന്നുണ്ട് അങ്ങനെ പോയി പറയാം. അപ്പൊ ജാഫർക്ക് ഇപ്പൊ സിനിമയില് ശരിക്കും ഒരു അവിഭാജ്യ ഘടകം തന്നെ ഇരിക്കട്ടെ. അപ്പം യൂസഫ് ഖാനെ കാണുമ്പോൾ യൂസഫ് ഖാൻ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കൊറേ ഇല്ല. ഞാൻ എനിക്ക് സത്യം പറയാൻ ഞാൻ കൂടുതൽ ചെയ്തേക്കുന്നത് പള്ളിയിലാണ്. ഞാൻ ഈ ദേമാവേലി കുമ്പത്തെന്നും പറഞ്ഞൊരു കാസറ്റിൽ ഞാൻ ആദ്യമായിട്ട് നാദർഷയുടെ കൂടെ ദേമാവലി 7ാം ഭാഗത്തിലാണ് പരിചയപ്പെടണം. അതിനുശേഷം നാദർഷക്ക് അങ്ങനെ കാസറ്റ് ഞാൻ പിന്നെ എഴുതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പള്ളിയിലേക്കിന് ശബ്ദം ഈ ഒരു പ്രത്യേക ടൈപ്പിലൊക്കെ പറയാം, കർത്താവേ എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ പറയുമ്പോ ദിലീപേട്ടൻ കേട്ടത് പറഞ്ഞ് ആവശ്യ ഇത് നമുക്ക് കാസറ്റ് കയറ്റിയാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അന്ന് ഈ കുഞ്ചമ്മക്കഞ്ച് മക്കളാണ് എന്നുള്ളൊരു ഇത് അച്ഛൻ വന്ന് പെരുന്നാള് കുഞ്ചമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി ഒരു പേരുവിട്ട് ഫാദർ തിരമാല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ആ ഫാദർ തിരമാലയുടെ ഒരു കോമഡിയൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിൽ ആദ്യമായിട്ട് പറയുന്നത്. കുഞ്ചമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തില്ല, അല്ലെങ്കിൽ ഈ ദിവസത്തില്ല, അല്ലെങ്കിൽ ഡേയ്സില്ല, കുഞ്ചമ്മയെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയുകയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. പക്ഷെ അത് രസമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ സൗണ്ട് തോമയിലേക്ക് ഒരു പള്ളി വെച്ചിന്റെ ക്യാരക്ടർ വന്നപ്പോ അതെനിക്ക് തന്നു. അത് ഞാൻ പോയി ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോൾ ആ ടൈപ്പിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കാസറ്റ് ചെയ്യുന്ന ടൈപ്പ് ഉദ്ദേശിച്ചത്.
മറ്റുള്ള ഏത് നടന്മാരും ഒരു പള്ളിയിലച്ചൻ ചെയ്യാന്ന് പറഞ്ഞാൽ ലോഹയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സൗണ്ടിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയല്ലേ, അപ്പൊ മറ്റേ ടൈപ്പിൽ ചെയ്യും. അങ്ങനെ എന്താണ് പറയുന്നത്, അവർ ചെയ്യരുതാ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് ഡോസ് കൂട്ടി മിമിക്രി സാധനം ഞാൻ ചെയ്യണം. അപ്പൊ അത് സൗണ്ട് കോവിൽ ആൾക്കാരുടെ കൊള്ളാന്ന് പറഞ്ഞപ്പോ പിന്നെ അതിന്റെ എന്നെ കസിൻസ് എന്ന് പറഞ്ഞ് വൈശാഖ സാറിന്റെ അടുത്ത പടത്തിൽ വിളിച്ചു. അതിലും പള്ളിയിലച്ചൻ, അതിലും ഇത് തന്നെ. പിന്നെ അടിച്ചാലും വേറൊരു പടം നമസ്തേ ഭാര്യ, അതില് പള്ളിയിലച്ചൻ. പിന്നെ അങ്ങനെ ഒരു 6-7 പള്ളിയിലച്ചൻ തന്നെ ഇത് തന്നെ. അപ്പൊ നമുക്ക് മടുപ്പായി, ഇത് തന്നെ പരിപാടിയാണ്. പിന്നെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില സംഭവങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയിലെ ബാർബർ, അത് ചെറിയ സംഭവങ്ങളെങ്കിലും കുഴപ്പമില്ല, ആൾക്കാർ കണ്ടിട്ട്. പിന്നെ ഞാൻ സിനിമ ചെയ്തു എന്ന് ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ ചെയ്തത് ഈ അടുത്ത് റിലീസ് ചെയ്ത മേയാവു എന്ന സിനിമയിൽ ചന്ദ്രേട്ടൻ. അത് ലാൽജോ സാറിന്റെ ഇക്ബാൽ കുറ്റിപ്പുറ സാറിന്റെ ഒരു എന്താ പറയാ നമുക്ക് വേണ്ടി തന്ന ഒരു വലിയൊരു വേഷമാണ്. സൗബിന്റെയോടെ ത്രൂഔട്ടുണ്ടായിരുന്നു. അത് പടം കണ്ടുവെച്ചാൽ എല്ലാവരും യൂസഫിനെ കോമളത്തിന് മാത്രമല്ല സീരിയസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒത്തിരി പേര് അഭിനന്ദിച്ചു. അങ്ങനെ ഒരു സന്തോഷത്തിലാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളിപ്പോ ഒരുമിച്ച് ഇനിയുത്തരം ഞങ്ങൾ ഒരുമിച്ചാണ് അതിലെ ഇനിയുത്തരത്തിൽ ചെയ്ത്. അതും നല്ലൊരു സിനിമയായിട്ട് മാറും. നല്ലൊരു കഥയുള്ള അടിപൊളി ത്രില്ലറുള്ള ഒരു കുറ്റാന്വേഷണം രസമാണ്. ഇപ്പൊ ഇക്ക നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇക്കയുടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്രോഗ്രാംസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജ് എന്ന് പറയുമ്പോ തന്നെ നമ്മള് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റേജിന് മാത്രല്ല, ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും എല്ലാമാണ് അല്ലെ, നടന്മാരാണ്, ഡയറക്ടേഴ്സാണ്, മിമിക്രിക്കാരാണ്, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നതും നമ്മള് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുക എന്ന് പറയുന്നതും വലിയ സംഭവമാണ്. അപ്പൊ ആ ഒരു കാര്യം എങ്ങനെയാണ് ഇക്കത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ? നമ്മളൊക്കെ ഒരു ഇപ്പോഴത്തെ മിമിക്രിക്കാർക്ക് നമ്മളോട് സീനിയർ അവർ കുറെ നാളായിട്ടുള്ളതാണ് എന്നുള്ളൊരു ബഹുമാനമുണ്ട്. പിന്നെ ഒരു നമ്മൾ സ്റ്റേജിലേക്ക് ഒരു ചെല്ലുമ്പോൾ അവരൊക്കെ കുറെ നാളായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ആ ഒരു മയത്തിൽ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 100, എനിക്ക് ആദ്യത്തെ ശമ്പളം 10 രൂപയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് കവറിലിട്ട് തന്ന 10 രൂപയാണ്. ആ 10 രൂപയിൽ തുടങ്ങി. ഈ 10 രൂപ അത് 100ആയി, 150ആയി, 200ആയി, 250ആയി, 300ആയി, 500ആയി, 1500ആയി, 3000ആയി, 5000 അങ്ങനെയൊക്കെ വരാൻ ഘട്ടങ്ങളുണ്ട്. 10-20 കൊല്ലങ്ങളുടെ ഗ്യാപ്പിലൊക്കെ ഇത്ര ആകുന്നത് ഇത് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ പിള്ളേര് സ്റ്റേജ് ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ജസ്റ്റ് ഒരു സംഭവം വന്ന് പിന്നെ മേടിക്കണ 15,000 രൂപ, 10 രൂപയാണ് സ്റ്റേജ് മിമിക്രിക്ക് മേടിക്കണത്. കുറച്ച് അനുകരണങ്ങളും കുറച്ച് ഫിഗറും കാണിച്ചാണ് അവർക്ക് ക്യാഷാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മിമിക്രി ഫീൽഡിൽ പണ്ട് വന്നിട്ട് പണിയെടുത്ത്, അതായത് പറമ്പിലെ പണിക്ക് പോലും ഇത്രയും വെട്ടി വിലക്കും ഞാനൊക്കെ. അതായത് ഒരു ട്രൂപ്പില് നയിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത്, ഞാൻ എല്ലാ ട്രൂപ്പിലും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രൂപ്പിലും മെയിനായിട്ട് കോമഡി ചെയ്ത് നയിച്ചുകൊണ്ട് പോയത് ഞാനാണ്. അപ്പൊ ഈ ഒരു 6 സ്കിറ്റ് ഉണ്ടെങ്കിൽ 6 സ്കിറ്റിൽ ഞാനായിരിക്കും ഏകദേശം ലീഡ് ചെയ്ത് എല്ലാ ഐറ്റം കളിക്കണം. പിന്നെ മാനേജർ അതിന്റെ ശമ്പളത്തിന്റെ കാര്യങ്ങൾ, വണ്ടിയുടെ കാര്യം എല്ലാം നമ്മൾ നോക്കണം. കിട്ടണത് എത്ര 300 രൂപ ആയിരിക്കും ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് കിട്ടണം. അപ്പൊ ആ 300 അത് വിലയുണ്ട് കേട്ടോ. അന്നത്തെ കാലം 25 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ അത്രയും നമ്മൾ പണിയെടുത്ത് അന്നെന്ന് പറഞ്ഞ് വേറെ പ്രോഗ്രാം കാണാനോ ചാനൽ തുറക്കുമ്പോൾ കോമഡി കാണാനോ ഒന്നുമില്ല. അത് കാരണം നമുക്ക് ഏതെങ്കിലും നമ്മൾ ചിരിക്കണമെന്ന് തോന്നണമെങ്കിൽ അമ്പലപ്പറമ്പിൽ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു ബാലെ, ഒരു നാടകം അല്ലെങ്കിൽ മിമിക്രി, ഗാനമേളയൊക്കെ ഉള്ളത്. ഇന്ന് ഇതല്ലേ, എവിടെ നോക്കിയാലും ചാനൽ നോക്കി കഴിഞ്ഞാൽ കോമഡി, ഗാനമേള എന്താ ഇല്ലാത്ത. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പോയിട്ട് സ്റ്റേജിൽ കയറിയെന്ന് ഭയങ്കരമായിട്ടൊക്കെ 2.5 മണിക്കൂറൊക്കെ ചിരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാത്ത കേസുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അതിനെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അധികം റിസ്ക്കുള്ള പരിപാടിക്ക് പോകാറില്ല. കാരണം എനിക്ക് പേടിയാണ്. കാരണം പണ്ട് പറ്റിക്കലാണ് ഇപ്പൊ. അതായത് ഇപ്പൊ നമ്മൾ ചെന്നിട്ട് 3-4 സ്കിറ്റൊന്നും നമുക്ക് ചെയ്യാറില്ല. നമ്മൾ വിളിച്ചത് ഗസ്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് കയ്യിൽ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു 1-2 സാധനങ്ങൾ കാണിച്ച് 2 വർത്താനൊക്കെ പറഞ്ഞ് പോരുകയാണ്. പണ്ടത്തെ പോലെ 2.25 മണിക്കൂർ കുത്തിയിരുന്ന് കോമഡി ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ എന്തായാലും ഞാൻ അടുത്ത വർഷം ഞാനൊന്ന് ശ്രമിക്കുന്നുണ്ട്. ഞാൻ നയിക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി. അത് രസമാണ്. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാനിങ്ങനെ നിന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരു ഒറ്റക്ക് നിന്ന് ഞാനൊരു സബ്ജക്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ ചിരിക്കണോ ചിരി ഒരു 5 പേര് ചേർന്ന് നമ്മൾ നടത്തിയാൽ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോൾ സ്കൂൾ ഇനാഗ്രേഷൻ ഒക്കെ ചെല്ലുമ്പോൾ ഞാനൊരു അരമണിക്കൂറൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒത്തിരി ആൾക്കാർ ചിരിക്കുകയും കേടുകയും ചെയ്യും. ആ റൂട്ട് പിടിച്ചിട്ട് അത് ഒരു 1 മണിക്കൂറാക്കി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ല. നമുക്ക് വിളിച്ച് നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കില്ല. ഇത് 6-7 പേര് ഇപ്പൊ തന്നെ അടുത്ത് അർത്ഥേക്കാന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ചിരിയെന്നിലേക്ക് പോകും. ഒരാളല്ലേ, കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എന്തായാലും അടുത്തത് പോലെ നമ്മൾ തുടങ്ങി വേണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല കൗണ്ടറുകളൊക്കെ എഴുതി നമ്മളെ കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. പൊതുവെ അല്ലെങ്കിലും ഈ സ്റ്റേജിലേക്ക് വേണ്ടി ചിലക്ക് നമുക്ക് കാണുമ്പോൾ തോന്നും അത് സ്പോണ്ടേനിയസ് ആണ്. അത് ശരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് വരണാണോ അതോ ചില ആർട്ടിസ്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെയൊക്കെ അങ്ങനെ കൗണ്ടർ വരും. ഈ ബിരിയാണി വലിയ പറഞ്ഞ അത് അവൻ ഞാൻ അതിശയിച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ.
നമ്മൾ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് കാണുന്ന ഒരു സംഭവം വെച്ചാൽ പെട്ടെന്ന് ഒരു അതിൻ്റെ വായിൽ പെട്ടെന്ന് ഒരു സാധനം അതാണ് അടിക്കുകയും ചെയ്യും. നമ്മളൊക്കെയാണെങ്കിൽ ഇത് പറഞ്ഞാൽ കൊള്ളാതെ ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കും. അവരത് ആ സമയത്ത് പറയും, പക്ഷെ അത് കറക്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ പറയാനുള്ളതൊക്കെ നേരത്തെ. പിന്നെ വേറെ സംഭവം, പിന്നെ ആ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗെയിം ഇടിയാണെന്ന് വെച്ചാൽ ഫാമിലീസിന്റെ ആൾക്കാർ, അതൊക്കെ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അയാൾ പറയുന്ന അനുസരിച്ചുള്ള സംഭവം ആ സമയത്ത് അതൊക്കെ നമ്മൾ അങ്ങനെ പറയും. അല്ലാതെ സ്കിറ്റിലൊക്കെ നമ്മൾ എന്തായാലും മെയിനായിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ട് പറഞ്ഞ് പഠിച്ചൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പൊ ഒരു വേദിയിലേക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നല്ല പ്രതീക്ഷിച്ചു പോകുന്ന ചില ഇതുണ്ടാവില്ല, അവിടെ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ട് തിരിഞ്ഞു പോയ വല്ല സംഭവം ഉണ്ടോ? നമ്മൾ വേദനിച്ച് തിരിച്ചു വരേണ്ടി വന്ന? അതായത് ഞങ്ങൾ ഹരിസിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനാണ് മാനേജർ. അപ്പൊ നല്ല രീതിയിൽ റിഹേഴ്സലൊക്കെ ഇട്ട് പ്രോഗ്രാം ചെയ്യണം. അതിന് മുമ്പുള്ള മാനേജർ ഇച്ചിരി ഉഴപ്പായിരുന്നു. അവൻ ഈ പഴയ ഐറ്റം തന്നെ കളിച്ചിട്ട് പിന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് കഴിഞ്ഞ വർഷം കളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേര് ദോഷം കിട്ടിയത് കാരണം ഞാൻ മാനേജറായപ്പോൾ തീരുമാനമൊക്കെ എടുത്തു. ഒരു ഭരണപരിഷ്കാരം നടത്തി. നമുക്ക് പഴയ ഐറ്റങ്ങളൊന്നും നമുക്ക് കിട്ടില്ല, നമ്മളെല്ലാം പുതിയത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുതിയതൊക്കെ എടുത്ത് പ്ലാൻ എടുത്ത് സാധനം സ്റ്റേജിൽ കയറി ഭയങ്കരമായിട്ട് ഹിറ്റായി. 2.5 മണിക്കൂർ ജനം ചിരിയാണ്, നല്ല ചിരി. അപ്പൊ ഈ ലൈറ്റ് അടിക്കുന്ന ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാൾ, ശശി ഞങ്ങളുടെ ലൈറ്റ് മാന ശശിയുണ്ട്. അപ്പൊ ഈ ശശി പ്രോഗ്രാം ഇത് കൊള്ളാമല്ലോ. പുള്ളി പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഇന്ന് ആൾക്കാരെ ചിരിപ്പിച്ചല്ല. പുള്ളി ലൈറ്റ് ഇടുമ്പോഴും പുള്ളി ചിരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പുള്ളി ചിരിച്ചിട്ട് തന്നെ ലൈറ്റ് അടിക്കുള്ളൂ. ഏക്കൊന്നില്ല പുള്ളിയുടെ ലൈറ്റിന്റെയൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടായിരിക്കും. നമ്മുടെ സ്കിറ്റ് ഓക്കെ ആണെങ്കിൽ പുള്ളിക്കും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പുള്ളി ഒരു സ്റ്റേജിൽ അടിപൊളി. രണ്ടാമത്തെ സ്റ്റേജ് സൂപ്പർ. മൂന്നാമത്തെ അതിനൊക്കെ അപ്പുറത്ത് ബുക്ക് ചെയ്ത ആൾക്കാരുടെ പിന്നെ പറ്റി. അപ്പൊ ഇയാണ് 38 സ്റ്റേജ് വരെ ശശി ഒരു സ്റ്റേജ് പോലും പൊളിഞ്ഞില്ല. അപ്പൊ ഒരു ദിവസം ശശി വന്നേക്കുക, ശശിയുടെ അമ്പലത്തിൽ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ മാളയിൽ. ശശി പറയണ ഇനി എനിക്ക് വിശ്വാസമായി എന്റെ അമ്പലത്തിൽ വെക്കുന്നു. എത്ര നാൾ വെച്ചിട്ടില്ല ഉള്ളി. അപ്പൊ ഇത്ര നാളും ഹരിച്ചയുടെ ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ സ്വന്തം അമ്പലത്തിൽ വെക്കാൻ ധൈര്യം കിട്ടി. അപ്പൊ ആ ഒരു ധൈര്യം കിട്ടിയിട്ട് ശശി വന്നിട്ട് ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞു വന്ന് പ്രോഗ്രാം ബുക്ക് ചെയ്തു. അന്ന് മുതൽ പറയും, എന്റെ അമ്പലം മനസ്സിലായില്ല, അടിച്ച് തകർത്തേക്കണം, നമ്മൾ തകർക്കും എന്ന് പറഞ്ഞു അമ്പലത്തിൽ ശശി ചേട്ടന്റെ അമ്പലത്തിലെ ഇതായി ഞങ്ങൾ ചെല്ലുന്നു. പ്രോഗ്രാം ഒരു 3-4 പാട്ട് കഴിഞ്ഞിട്ട് ഈ പാരഡി ഗാനമുണ്ടല്ലോ, ഈ മിമിക്സ് ഗാനമേള 4 കഴിഞ്ഞിട്ടാണ് സ്കിറ്റ് കയറുന്നത്. അപ്പൊ ഈ മിമിക്സ് ഗാനമേള സ്ട്രിങ് ചെയ്യണല്ലോ, മറ്റേ സൗണ്ട് വയലിനൊക്കെ എടുക്കണം, അത് ചെയ്യണം. അവന്റെ തൊണ്ടയിൽ എന്തോ പെട്ടെന്നൊരു പ്രശ്നം വന്നിട്ട് അവന് എടുക്കാൻ പറ്റുന്നില്ല. അവൻ ആദ്യത്തെ പാട്ടിന്റെ പകുതിക്ക് ഇട്ടേച്ച് പോന്നു തുടങ്ങി. ടീച്ച് പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറ്റണില്ല. എന്റെ തൊണ്ടയിൽ ചോര വന്നു, എനിക്ക് പറ്റത്തില്ല, സ്കിറ്റ് കയറുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ, ഒരു 5 പാട്ട് കഴിയുമ്പോൾ നമ്മൾ സ്കിറ്റ് ചെയ്യുമ്പോൾ ഒരു ചാലുണ്ടായിരുന്നു. ഈ സാധനം ഇവൻ കയറിയപ്പോൾ ഞങ്ങളും ആകപ്പെടെ ഞങ്ങൾ പ്ലാനിങ് ഇല്ലല്ല, മേക്കപ്പ് ഡ്രസ്സ് പെട്ടെന്ന് തന്നെ തട്ടിക്കൂടി മറ്റേ ആറ്റം കയറുന്ന പറഞ്ഞ് കയറി ചട്ടം എന്താ പറയുക, പട്ടം പൊട്ടിയ ചരട് പൊട്ടിയ പട്ടം അതുപോലെ നമ്മുടെ താളം പോയിട്ട് ജനങ്ങൾ പെട്ടെന്നൊക്കെ ആയപ്പോൾ ജനങ്ങളും ഒരു മനുഷ്യൻ ചിരിക്കണമില്ല, എന്താ സംഭവിച്ചെന്ന് അറിയാമല്ലോ. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യാറുണ്ട്, ജനം ചിരിക്കണില്ല. ശശിച്ചേട്ടനാകപ്പാടെ ആ സീസണിൽ ആകപ്പാടെ പൊളിഞ്ഞു പോയ പരിപാടിയാണ്. ശശിച്ചേട്ടൻ വന്നിട്ട് വിറ്റാന്ന് എനിക്കിട്ട് പണി തന്നാണല്ലോ എല്ലാവർക്കും. ഞാൻ പറഞ്ഞു പണി ആരെങ്കിലും തരുമോ, ആരെങ്കിലും അറിഞ്ഞിട്ട് അതെന്താണെന്ന് അറിയില്ല, ആരും ചിരിച്ചില്ലാതെ. ഞങ്ങളെന്റെ ചേച്ചി എന്താണ് ഇത് 38 സ്റ്റേജിൽ ഇതിന് മാത്രം ആളുകൾ ചിരിച്ച് കൈയടിച്ച പ്രോഗ്രാം, ഈ ശശിച്ചേട്ടന്റെ ഈ അമ്പലത്തിൽ ഒരു മറ്റൊരു ചിരിക്കുന്നില്ല. എന്താ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത് എന്താ, അവർ എനിക്കൊന്നും മനസ്സിലാകാനിട്ടാണോ കോമഡി, ഒന്നും അറിയില്ല. അമ്പലത്തിലെ ഭാരവാഹി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോയി പരിപാടി കഴിഞ്ഞു പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ മാനേജർ എത്രയും പരിപാടി കൊള്ളില്ല ചേട്ടാ, ഒരു ഡയലോഗ് പറഞ്ഞു. ശരി, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചു പോയത് സൂപ്പർ ഹിറ്റ് ആകുന്നതാണ്. പക്ഷെ അവിടെ നമ്മള് വിഷമത്തോടു കൂടി അങ്ങനെ വന്നു. ഇപ്പൊ എന്തായാലും ഒക്കെ പറഞ്ഞല്ലോ, അടുത്തൊരു ഇത് എന്നുള്ള രീതിയിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ സിനിമ ഇപ്പൊ മ്യാവ് നല്ലൊരു വീണ്ടും ഒരു ഓപ്പണിംഗ് തന്ന പോലെയാണ്. അതെ, ഓഫറുകൾ വരുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ഒരു സമയത്ത് ഇത് രണ്ടും കൂടെ കുറച്ച് സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണോ വിചാരിക്കുന്നത്? കാരണം ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി സ്റ്റേജിന്റെ എല്ലാ ഏരിയാസും എക്സ്പ്ലോർ ചെയ്തു അല്ലേ. അപ്പൊ ഇനി അങ്ങനത്തെ ഒരു യാത്രയായിരിക്കും ഞങ്ങൾ കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിൽ ഒക്കെ കാണാൻ. അപ്പം തീർച്ചയായിട്ടും ഇക്കേ പോലെ ഞങ്ങളും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഇത്തിരി നേരം
ഒത്തിരി കാര്യത്തില് ഇത്തിരി നേരം ഒത്തിരി കാര്യം അല്ലേ? അതെ. ഒത്തിരി നേരം ഇത്തിരി കാര്യം പറഞ്ഞുള്ളൂ. ഞാനല്ലേ ഒരുപാട് പറഞ്ഞല്ലോ, ഒരുപാട് പറഞ്ഞു. അത് ഞാൻ മൈൻഡപ്പ് ചെയ്യാറായിട്ടില്ല കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കണം. മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ മക്കള് പിന്നെ അല്ലെ മൂന്നാണ് മക്കൾക്ക് ഇതിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? മക്കൾക്ക് എന്താ, ഇതുവരെ അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹങ്ങളൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. അതെന്താണെന്ന് എനിക്കും അറിയില്ല. എന്റെ ഈ പ്രോഗ്രാമൊന്നും മക്കൾക്ക് അങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വലിയ പ്രോത്സാഹനമൊന്നും എന്റെ മക്കളിൽ നിന്നും എനിക്ക് അങ്ങനെ ആവശ്യം അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ഇതൊക്കെ കാണിക്കണേ, ഇതൊക്കെയാണ് പിള്ളേരുടെ. കാരണം അവരൊക്കെ വേറെ റൂട്ടാണ്. ഈ ടി വിയിലൊക്കെ എന്റെ പ്രോഗ്രാം കാണുമ്പോഴൊക്കെ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലൊക്കെ പറയും ആവശ്യം കയറിപ്പോയി അതിനൊക്കെ അങ്ങനെ കാണിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളൊക്കെ നിരുത്സാഹപ്പെടുത്തി പേടി. എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ എന്റെ പരിപാടി മക്കൾ കണ്ടുപിടിച്ച് എനിക്ക് വലിയ വിഷയമാണ്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഈ മീറ്റിങ്ങിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഒരു ഡാൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ പെക്കുത്തീർന്ന് കാണിക്കുമല്ലോ. അപ്പൊ പിള്ളേർക്ക് ഇമേജ് അതൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പിച്ചിന്തരം എന്തെങ്കിലും കാണിച്ചു അവർക്ക് നടക്കിടക്കുന്നു അങ്ങനത്തെ ഒരു മൈൻഡ് അവര്. അപ്പൊ അവർക്ക് എന്തോ പഠിക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പൊ അവർക്ക് ആഗ്രഹങ്ങൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ തോന്നുവാണെങ്കിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കുഴപ്പമില്ല, ഇതുകൊണ്ടല്ലേ ജീവിക്കണം. അതുകൊണ്ട് സപ്പോർട്ട് ആയിരിക്കാൻ നിർത്തിയില്ലല്ലേ. പട്ടിണി പട്ടിണി കിടക്കില്ല. അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് ഇങ്ങനെ പോകുന്നതിലൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. എന്തായാലും മക്കൾക്കും ഏതെങ്കിലും ഒരാൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അല്ല നല്ല, കാരണം നമുക്ക് നമ്മളെ ഇതിൽ നമുക്ക് പിന്നെ വിദ്യാഭ്യാസം അത് ഓവറായിട്ട് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലൊന്നും നമ്മളെ പഠിപ്പിച്ചു വലുതാക്കണം അങ്ങനെ ചിന്തകളൊന്നും ഇല്ലാത്ത മാതാപിതാക്കളായിരുന്നു നമ്മുടെയൊക്കെ. പഠിച്ചോ അല്ലാതെ നമ്മളങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമുക്കില്ലാത്തത് നമുക്കിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവൊക്കെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാത്സ് വരെ പഠിപ്പിക്കണം. അപ്പൊ അവർ കൂടുതൽ ഇൻട്രസ്റ്റിലേക്ക് പഠിത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ പിന്നെ നമുക്ക് അപ്പൊ ഇതുകൊണ്ട് ഭയങ്കരമായിട്ടൊക്കെ ടോപ്പ് അങ്ങനെ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ അവരൊക്കെ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ദിലീപ് എല്ലാവർക്കും ദിലീപോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ ആൾക്കാരോ അല്ല മമ്മൂട്ടി അങ്ങനെ മോഹൻലാൽ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. ഉറപ്പിക്കല്ലേ ആകാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ അവര് വിചാരിക്കുന്നതാണ് നമുക്ക് ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുക. ഞാൻ പറഞ്ഞു മക്കളെ എങ്ങനെയൊക്കെ നിങ്ങൾക്കും ഇത് എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. വാപ്പിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ചില ആളുകളൊക്കെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. ഞാൻ വലിയ അഭിനേതാവാടാന്ന് പറഞ്ഞ് കയറി വന്ന ആൾക്കാരൊക്കെ ഒരു ചിലപ്പോൾ അങ്ങോട്ട് രക്ഷപ്പെടാതെ. ഉദാഹരണത്തിന് ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ സത്യത്തിൽ അഭിനേതാവായിട്ട് വന്നതല്ല. ധർമ്മജൻ ബോൾഗാട്ടിന്റെ ഈ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് തോമസ് തോപ്പിൽക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചുമ്മാ പേപ്പറുമായിട്ട് കഴിക്കുന്ന സമയത്ത് അവനങ്ങനെ എഴുതി, അവനില്ലാത്ത സമയത്ത് ചെറിയ സീനൊക്കെ ഇവൻ എഴുതി കൊടുത്തു ഒരു ആരും ഇല്ലാഞ്ഞപ്പോൾ ചെറിയ സീനെ നീ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ അഭിനേതാവായിട്ട് വന്നതല്ലോ. പക്ഷെ അവൻ്റെ ഒരു കറക്റ്റ് നാച്ചുറൽ അഭിനയമാണ്. ഏത് കാരണം അവന് അഭിനയിക്കാൻ അറിയാൻ പറ്റാത്ത കാരണം അവൻ ഡയലോഗ് മാത്രമേ പറയുള്ളൂ. പക്ഷെ ബിഗ് സ്ക്രീനിൽ അത് കറക്റ്റാണ്. ഈ അഭിനയിക്കാൻ അറിയാൻ നമുക്ക് കുറച്ച് കൂട്ടും, അപ്പൊ കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പൊ അവന്റെ അഭിനയം കറക്റ്റ് നാച്ചുറലായിരുന്നു. അവനെ കയറി പോയി ഇപ്പൊ അവൻ വലിയ ഇതായി ആക്ടറായിട്ട് വന്നു. അപ്പൊ ഈ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നത് മണ്ടത്തരവാ. ഈ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ഇതിലെ കൂടുതൽ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ, മറ്റുള്ളവർ അഭിനയിച്ച് രക്ഷപ്പെട്ടില്ല എന്നല്ല, ഇഷ്ടംപോലെ ആളുകൾ ഇപ്പൊ രാജമി ദേവിട്ട് അല്ലെ ധർണറവരൊക്കെ അങ്ങനെ ആൾക്കാരുണ്ട്. എന്നാലും ഇത് പറയാൻ പറ്റില്ല. ആരും ആയിട്ട് മാറിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്താൽ രക്ഷപ്പെട്ടു. ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യത്തില് വന്നതില്. അപ്പൊ എന്തായാലും ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ. അല്ലെ പറയാൻ പറ്റുള്ളൂ. ആളുകൾ കണ്ടാലല്ലേ ഈ ഒത്തിരി കാര്യമൊക്കെ ഈ വലിയ ഒത്തിരി കാര്യമായിട്ടൊക്കെ പറയാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇത് കാണുക. നന്ദി. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ വേറൊരു അതിഥിയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും നമസ്കാരം.